ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ അലീന അഷ്റഫ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാനാണെങ്കിൽ കോളേജിലൊക്കെ പോയി പോസ്റ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. വന്നപ്പോൾ നല്ല ടയേർഡാണ്, അതിൻ്റെ കൂടെ നല്ല വിശപ്പുണ്ട്. ഞങ്ങളാണിപ്പോൾ PGയിലാണ് നിൽക്കുന്നത്. ആകെ കയ്യിൽ കുറച്ച് പാസ്തയും കുറച്ച് വെജിറ്റബിൾസും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ സ്റ്റൈലിൽ നമുക്കൊരു പാസ്ത ഉണ്ടാക്കി നോക്കിയാലോ. നമുക്കിഷ്ടമുള്ള ഏത് പച്ചക്കറി വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു ക്യാപ്സിക്കം, 2 സവാള, 1 തക്കാളി, 2 പച്ചമുളക്, 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. സവാളയാണെങ്കിൽ നമുക്ക് തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അത് അരിഞ്ഞിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം നമുക്ക് തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അതും അരിഞ്ഞ് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റും അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അതരിഞ്ഞ് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും പഴുത്ത തക്കാളി വേണം എടുക്കാൻ. അതും നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അതും അരിഞ്ഞൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. പിന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും അരിഞ്ഞെടുക്കാം. ഇത്രയും ഐറ്റംസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാസ്ത നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ആ സമയത്ത് നമ്മൾ അടുപ്പിൽ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. നമ്മൾ കഴുകിയെടുത്ത പാസ്ത വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ പാസ്ത ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പാസ്ത നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് വേറൊരു പാത്രം വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇതിത്രയും നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. അതും വാടുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം ഒന്ന് വാടുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് 5 പാക്കറ്റ് പാസ്ത മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം എടുത്തു വെത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിക്ക് പിടിക്കാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പാസ്ത ആഡ് ചെയ്യാം. നമുക്കിനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം.